അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ ആരവ് എന്ന ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ചുള്ള അഗാധമായ പഠിപ്പിക്കലുകൾക്ക് ആരവ് പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചെറുപ്പക്കാരും ജിജ്ഞാസുക്കളും മുതൽ പ്രായത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്വാസം തേടുന്ന വൃദ്ധർ വരെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അർജുൻ എന്നൊരു യുവാവ് ഒരു കത്തുന്ന ചോദ്യവുമായി മാസ്റ്റർ ആരവിനെ സമീപിച്ചു. മാസ്റ്റർ, ജീവിതത്തിൽ അപ്രധാനമായ കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ പറയും? നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന സാർവത്രിക പോരാട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സെൻ മാസ്റ്റർ ചിരിച്ചു. വരൂ, ഇരിക്കൂ എൻ്റെ പ്രിയപ്പെട്ട അർജുൻ. മാസ്റ്റർ ആരവ് ആംഗ്യം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ബോധോദയത്തിൻ്റെ വാഗ്ദാനത്താൽ തിളങ്ങി. ഇല്ല എന്ന് പറയുകയും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന കല ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. 1. മുൻഗണനകളുടെ പൂന്തോട്ടം. ഗ്രാമത്തിൽ ഇളംകാറ്റിൽ വിവിധ നിറത്തിലുള്ള പൂക്കളാടുന്ന മനോഹരമായൊരു പൂന്തോട്ടമുണ്ടായിരുന്നു. മാസ്റ്റർ ആരവ് അർജുനെ അവിടേക്ക് നയിച്ചു. ഉജ്ജ്വലമായ പുഷ്പങ്ങൾക്കിടയിൽ അദ്ദേഹം തൻ്റെ കഥ ആരംഭിച്ചു. നിന്റെ ജീവിതം ഈ പൂന്തോട്ടമായി സങ്കല്പിക്കുക അർജുൻ. ഓരോ പൂവും ഓരോ ഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. കുടുംബം, ജോലി, ഹോബികൾ എന്നിവയും അതിലേറെയും. അപ്രധാനമായത് വേണ്ടെന്ന് പറയാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുൻഗണനകൾ തിരിച്ചറിയണം. 2. ശല്യപ്പെടുത്തലുകളുടെ നൃത്തം. അവർ ഗ്രാമചത്തുരത്തിലൂടെ നടക്കുമ്പോൾ ഓരോ കോണിലും കാത്തിരിക്കുന്ന വിവിധ ശ്രദ്ധാശൈഥില്യങ്ങൾ മാസ്റ്റർ ആരവ് ചൂണ്ടിക്കാണിച്ചു. ഗോസിപ്പിംഗ്, അയൽക്കാർ, വശീകരിക്കുന്ന മാർക്കറ്റ് സ്റ്റാളുകൾ, എപ്പോഴും തിരക്കുള്ള സാമൂഹിക ഒത്തുചേരലുകൾ. ജീവിതം ഒരു നൃത്തമാണ് അർജുൻ. ശ്രദ്ധാ വ്യതിചലനങ്ങൾ വികൃതിയായ പങ്കാളികളാണ്. ഭംഗിയായി ആടിയുലയാൻ പഠിക്കുക, എന്നാൽ എപ്പോൾ മാറണമെന്ന് അറിയുക. ശ്രദ്ധ വ്യതിചലിക്കരുതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. 3. മുളപാടം. ആളൊഴിഞ്ഞ സ്ഥലത്ത് ആരവ് ഒരു കൂട്ടം മുളമരങ്ങൾ ചൂണ്ടിക്കാണിച്ചു. മുളയെ നിരീക്ഷിക്കൂ അർജുൻ. അത് ശക്തമായ കാറ്റിൽ ആടിയുലയുന്നു, പക്ഷേ ഉറച്ചു നിൽക്കുന്നു. ഇല്ല എന്ന് പറയുന്നത് മുളയുടെ വഴക്കം പോലെയാണ്. നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ പൊരുത്തപ്പെടാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. 4. പ്രതിബിംബ ക്ഷേത്രം. ഗ്രാമത്തിൽ ഒരു ശാന്തമായ ക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ മാസ്റ്റർ ആരവ് പലപ്പോഴും ധ്യാനത്തിനായി പിൻവാങ്ങി. അർജുൻ, ഉള്ളിലുള്ള നിങ്ങളുടെ സ്വന്തം ക്ഷേത്രം സന്ദർശിക്കുക. പതിവ് ധ്യാനം അപ്രധാനമായ കാര്യങ്ങളിൽ നിന്ന് പ്രധാനമായത് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളെ തന്നെ ആഴത്തിൽ അറിയുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് എളുപ്പമാകും. 5. സമയത്തിൻ്റെ നന്ദി. ആരവ് അർജുനെ നദീതീരത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെള്ളം അനന്തമായി ഒഴുകി. സമയം ഈ നദി പോലെയാണ് അർജുൻ. ഇത് സ്ഥിരമാണ്. നിങ്ങൾക്ക് അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല. സമയം പാഴാക്കുന്ന പ്രവർത്തനങ്ങളോട് വേണ്ടെന്ന് പറയുക. യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കായി നിങ്ങൾ കൂടുതൽ നിമിഷങ്ങൾ കണ്ടെത്തും. 6. നമ്മളിലെ നിശബ്ദത. ഒരു ആൽമരത്തിനടിയിൽ ആരവ് അർജുനെ ലളിതമായ ഒരു ധ്യാനത്തിൽ നയിച്ചു. നിങ്ങളുടെ ശ്വാസങ്ങൾക്കിടയിലുള്ള നിശബ്ദതയിൽ അർജുൻ ഇല്ല എന്നതിൻ്റെ ശക്തിയാണ്. നിശബ്ദതയെ ആശ്ലേഷിക്കുക. അല്ലെന്ന് മനോഹരമായി പറയാനുള്ള ശക്തി നിങ്ങൾ കണ്ടെത്തും. ദിവസം കടന്നു പോകുമ്പോൾ അർജുൻ തുറന്ന ഹൃദയത്തോടെ ജ്ഞാനം സംശീകരിച്ചു. മാസ്റ്റർ ആരവിൻ്റെ പഠിപ്പിക്കലുകൾ അവൻ്റെ സ്വയം കണ്ടെത്താനുള്ള യാത്രയിൽ ഒരു വഴിവിളക്കായി മാറി. സൂര്യൻ ചക്രവാളത്തിന് താഴെ മുങ്ങിയപ്പോൾ മാസ്റ്റർ ആരവ് അർജുൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ അന്തിമ ഉൾക്കാഴ്ചകൾ പങ്കുവച്ചു. എൻ്റെ പ്രിയ ശിഷ്യരെ, വേണ്ടെന്ന് പറയുന്നത് ജീവിതത്തെ നിരാകരിക്കലല്ല, മറിച്ച് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളതിനെ ആഘോഷമാണ്. കലയെ സ്വീകരിക്കുക. നിങ്ങൾ കൂടുതൽ സമ്പന്നവും അർത്ഥപൂർണവുമായ അസ്തിത്വം കണ്ടെത്തും. അഗാധമായ തലയാട്ടലോടെ അർജുൻ തൻ്റെ സെൻഗുരുവിൻ്റെ കാലാതീതമായ ജ്ഞാനം കൊണ്ട് സായുധരായി ഗ്രാമചത്തുരം വിട്ടു. ജീവിതത്തിൻ്റെ രേഖാചിത്രത്തിലേക്ക് കടക്കുമ്പോൾ വിലപ്പെട്ട ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് അപ്രധാനമായതിനെ വേണ്ടെന്ന് പറയുന്നതിൻ്റെ സാരം അദ്ദേഹം വഹിച്ചു. സെറീനിറ്റിയുടെ ഹൃദയത്തിൽ മാസ്റ്റർ ആരവിൻ്റെ ജ്ഞാനം തലമുറകളിലൂടെ പ്രതിധ്വനിച്ചു. യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളവയ്ക്ക് മുൻഗണന നൽകാനും ബാക്കിയുള്ളവ മനോഹരമായി നിരസിക്കാനും എല്ലാവരെയും പ്രേരിപ്പിച്ചു. If you love to watch this video, you can like, share and subscribe.